അയ്യേ ഇതെന്താ പൊട്ടിയിട്ടേക്കണ കഥകളിക്ക് പോണ എന്നുള്ള കമന്റുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെ പറയാണ്ടിരിക്കും? ഇതേപോലെയുള്ള മാച്ച് അല്ലാത്ത ഫൗണ്ടേഷൻ കിട്ടി കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ പറയാണ്ടിരിക്കും? അപ്പൊ നിങ്ങളുടെ കയ്യിൽ മാച്ച് അല്ലാത്ത ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിലും കാണും ഇതേപോലെ ഒരു യൂസ്ലെസ് പ്രൊഡക്റ്റ്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കെ കൊണ്ടിടും, അതല്ലെങ്കിൽ ഡസ്റ്റ്ബിനിൽ ഇടും, അതും അല്ലെങ്കിൽ സ്യൂട്ട് ആയിട്ടുള്ള ആർക്കെങ്കിലും നമ്മൾ അത് കൊടുക്കും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇതൊന്നും ചെയ്യണ്ട, നമ്മളെ സെയിം ഷെയ്ഡ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റിയ ചെറിയൊരു ഹാക്ക് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് ഒട്ടും മാച്ച് അല്ലാത്ത ഫൗണ്ടേഷൻ നിങ്ങൾ ആരുടെങ്കിലൊക്കെ കയ്യിലൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റാറുണ്ട്. ഇതേപോലെ ഒട്ടും മാച്ച് അല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ വാങ്ങാറുണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴൊന്നും കൂടുതലായിട്ട് ഷെയ്ഡ്സ് നമ്മൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നവരൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് എനിക്ക് തോന്നുന്നു ഷോപ്പിൽ നിന്ന് ആദ്യം വാങ്ങിച്ച് നിങ്ങളുടെ കറക്റ്റ് സ്കിൻ ടോൺ അല്ലെങ്കിൽ ഷെയ്ഡ് കറക്റ്റ് കൺഫേം ചെയ്തിട്ട് മാത്രം ഓൺലൈൻ വാങ്ങിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്കും അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഞാൻ സ്വാച്ച് ചെയ്തപ്പോ ഇവിടെ ഇങ്ങനെ ഇട്ട് സ്വാച്ച് ചെയ്തത്, ഇങ്ങനെ സ്വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ കുറച്ച് ഫെയർ ആണല്ലോ, അപ്പൊ ഈ ഇതില് ഓക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഞാനും ഈ ഒരു ഷെയ്ഡ് മേടിച്ചത്, ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചത്. എനിക്ക് ഒട്ടും എന്താ പറയാ, ആദ്യം 1-2 തവണ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 1-2 അല്ല, 2-3 തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. സത്യം പറയാലോ, എനിക്ക് സത്യം അത് ആലോചിച്ചിട്ട് എനിക്ക് ചിരി വന്നു കേട്ടോ. ഞാനത് എന്താ പറയാ, ഒരു മാരേജിനാണ് തോന്നുന്നുണ്ട്, ഒരു മാരേജിനും പിന്നെ വേറെ എന്തോ ചെറിയൊരു ഫംഗ്ഷനും ആണ് ഈ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ തോന്നി ശരിക്കും ഭയങ്കര വൃത്തികേടാണെന്ന് കേട്ടോ. പിന്നെ ഞാനിത് എന്തെങ്കിലുമൊക്കെ ഹാക്കിനോ അങ്ങനെയൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് മാച്ച് അല്ലാത്ത ഷെയ്ഡിന്റെ കുറച്ച് ഫൗണ്ടേഷൻ നമുക്ക് എടുക്കാം കേട്ടോ. അത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഇതിലെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോ കയ്യിൽ തന്നെ കുറച്ചെടുക്കുകയാണ്. എടുക്കാം. ഞാൻ ഇതിക്ക് മുന്നേ ഇതേപോലത്തെ ഹാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോ ഭയങ്കര എന്താ പറയാ, എന്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്കതൊന്ന് നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ഡാർക്ക് ആക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാല് കൺസീലർ ആണ് കേട്ടോ. കൺസീലറിൽ നിന്ന് നമ്മളുടെ ഷെയ്ഡ് അനുസരിച്ച് നമ്മൾ എന്താ പറയാ മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ പല പ്രാവശ്യം ചിലപ്പോൾ മിക്സ് ചെയ്തെങ്കിലേ നമ്മളുടെ ഷെയ്ഡായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2-3 വട്ടമെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ ഷെയ്ഡാക്കി എടുക്കാം. അങ്ങനെയാണ് ഈ ഒരു ഹാക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഒരു ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് തന്നെ ലൈറ്റിനല്ല സോറി, കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് കുറച്ച് ഒന്ന് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നത്. ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇത് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ മിക്സ് ആവാണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലവിടത്ത് എന്താ പറയാ ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടിരിക്കും, ചിലവിടത്ത് ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടിരിക്കും. അപ്പൊ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന പോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹാക്ക് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഷെയ്ഡ് നമ്മുടെ ആ ഒരു കറക്റ്റ് ഷെയ്ഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ മാച്ച് അല്ലാത്ത ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമില്ല കേട്ടോ. അതാ കറക്റ്റ് മാച്ച് ആക്കി നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ആ കറക്റ്റ് ഷെയ്ഡ് കിട്ടണമെന്നില്ല കേട്ടോ. നമുക്ക് 2-3 വട്ടമെങ്കിലും ഒന്ന് മിക്സ് ആക്കിയെങ്കിലും നമുക്ക് ആ ഒരു കറക്റ്റ് ഷെയ്ഡായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നേരത്തെ ഫേസിനേക്കാളും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇതേപോലെയുള്ള ഹാക്ക് നിൽക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു നമ്മളെ മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് ആക്കി എടുക്കാൻ ഈ ഒരു ഹാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി അപ്പൊ നിങ്ങൾക്ക് മാച്ച് അല്ലാത്ത ഷെയ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമില്ല. ഈ ഒരു ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.